4 മണിക്കൊക്കെ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് 2-3 തവി ഗോതമ്പ് പൊടി ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തതിന് ശേഷം അതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർക്കാമേ. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു മയം കിട്ടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നല്ല ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ല ജീരകം ചേർക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി ഒന്ന് കുഴച്ചെടുക്കണേ. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് മാവ് ലൂസായിട്ടിരിക്കണം. എന്നാലും നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയെടുക്കുമ്പം നന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാവൊന്ന് കുതിർന്ന് വരാൻ വെക്കണം. എന്നാലേ നമുക്ക് ആ ഒരു മയമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ശർക്കര എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം അതൊന്ന് ഉരുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർക്കുമ്പം നല്ലൊരു മണം കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഏലക്കാപ്പൊടിയും ചേർത്ത് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ മുഴുവൻ തേങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ തേങ്ങ തിരുമത്തില്ലേ, അങ്ങനെ ഞാനിത് മിക്സിക്കകത്തിട്ട് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പം മാവെല്ലാം റെഡിയാക്കി തേങ്ങയും എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് ശർക്കരയും തേങ്ങയും കൊണ്ട് ഇളക്കി ഒന്ന് വഴറ്റി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇലയെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് മാവ് എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുക്കണം. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കട്ടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. അപ്പം നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് കയ്യിലൊന്ന് വെള്ളം തൊട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നും ഇവിടെ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഇല വാങ്ങിച്ചത് കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഒരില വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 25 രൂപ കൊടുത്താലേ ഒരില കിട്ടത്തുള്ളൂ. അങ്ങനെ 3 ഇല വാങ്ങിച്ച് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഇലയുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്ന് തേങ്ങയും ശർക്കരയും വെച്ചുള്ള ആ ഫില്ലിങ് തേച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ കുറച്ചേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 4 മണിക്ക് മാത്രമല്ല, പിറ്റേന്ന് രാവിലത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കത് എടുക്കാം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അത് ഉപയോഗിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചേറെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഓരോന്നോരോന്നെടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ചെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നതല്ലേ എളുപ്പം. അങ്ങനെ ഞാൻ എല്ലാം കൂടെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിങ്സ് എല്ലാം വെച്ച് എല്ലാം റെഡിയാക്കി ലാസ്റ്റിലത്തേതും നമ്മൾ റെഡിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലിച്ചെമ്പ് എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇഡലിച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓരോന്നായിട്ട് പറക്കി അടുക്കി വെക്കണം. അപ്പോൾ താഴെ ഞാൻ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇലയില പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വെക്കുമ്പം ആവി കയറി വരാനുള്ള സ്ഥലം ഇട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവി കയറി വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടുക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തട്ടെല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം
ഞാൻ അടുത്ത രണ്ടാമത്തെ തട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് അടുത്ത തട്ട് വെച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞാനിവിടെ ഇലയുടെ എല്ലാം പറക്കി എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പെടുത്ത് അടച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കണേ. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 15-20 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് ഞാൻ ഇവിടെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നൊന്ന് പറക്കി മാറ്റി വെക്കാം. ഒന്ന് ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് ചായയും കൂടെ ഇട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ.